തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ഇന്നറിയാം. ഇന്ന് വൈകിട്ട് 3 മണിവരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം. വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. 1,54,547 പത്രികകളാണ് നിലവിലുള്ളത്. 2,479 പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 1,07,211 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. പാളയം മാർക്കറ്റിൽ നിന്ന് KS അശ്വതി വിവരങ്ങളുമായി ചേരുന്നു. അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് നമുക്ക് ആ ചിത്രം അറിയാൻ സാധിക്കും. ആരൊക്കെയാണ് അന്തിമ സ്ഥാനാർത്ഥികൾ എന്നത് മാത്രമല്ല, ഈ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ കൂടിയാണ് മുന്നണികളെ സംബന്ധിച്ച്. തലസ്ഥാനത്ത് മഴയുണ്ടെങ്കിൽ പോലും മുന്നണികളെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ ചൂടാണ് മനസ്സിൽ. തീർച്ചയായിട്ടും ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. പാളയത്ത് നിന്നൊരു നല്ല നമസ്കാരം. പാളയത്ത് രാവിലെ തന്നെ മാർക്കറ്റ് ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. രാവിലെ 6 മണിയോടെ തന്നെ ഇവിടെ കച്ചവടക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു. ഇപ്പം സാധനം വാങ്ങാനുള്ള ആളുകളുടെ തിരക്കിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പാളയം മാർക്കറ്റ്. നമുക്ക് അറിയാം, പാളയം മാർക്കറ്റിന്റെ മുഖം മാറിയ കാലമായിരുന്നു നമ്മൾ കണ്ടത്. പഴയ പാളയം മാർക്കറ്റ് അല്ല ഇപ്പോൾ. ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അവരോട് നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ മുന്നണി ഇന്നിപ്പോ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ ദിവസമാണ്. ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും മുന്നണികളെ സംബന്ധിച്ചും ഒക്കെ വളരെ നിർണായകമായ ഒരു ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് ദൈനംദിന ജീവിതം, അതായത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് അവർ രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് കച്ചവടക്കാരിലേക്ക് തന്നെ പോവാം. ചേച്ചി, എവിടെന്നാ വരണേ? ഇതാണ് ആദ്യത്തെ പ്രതികരണം. സമയമില്ലെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. ആ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തോ? ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നോ? ഒരു ഫോം തന്നായിരുന്നോ? ഒരു ഫോം തന്നായിരുന്നോ? അപ്പൊ 90%, 100% ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോഴും ഒന്നിനും അറിഞ്ഞില്ലല്ലേ? പുതിയ ഇലക്ഷൻ കാർഡുണ്ടോ? ID കാർഡുണ്ടോ? അത് മാറ്റാൻ വേണ്ടി ഒരു ഫോം ഉണ്ട്, അത് അറിഞ്ഞായിരുന്നോ? വീട്ടിലുണ്ട്. ഫില്ല് ചെയ്ത് കൊടുത്താ? ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇന്ന് പോയി കൊടുക്കണം. അപ്പൊ ഇന്ന് പോയി ഫില്ല് ചെയ്ത് കൊടുക്കുമെന്നാണ്. എന്തോ ഒരു ഫോം ഉണ്ട് അമ്മ. ഇലക്ഷൻ നമ്മുടെ പുതിയ തെരഞ്ഞെടുപ്പ് SIR എന്ന് പറഞ്ഞൊരു പ്രക്രിയ വരുന്നുണ്ട്. പഴയ കാർഡ് മാറ്റി പുതിയതാക്കണം. അപ്പൊ അമ്മ എന്തെങ്കിലും ഫോം ഒക്കെ ഫില്ല് ചെയ്തോ? നമ്മുടെ വീട്ടിൽ കൊടുത്ത ആ ഫോം തന്നെയാണ് മോനെ. അത് തന്നെ നമുക്ക് വീട്ടിൽ കൊടുത്തന്ന് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. എവിടുന്നാ വരണേ അമ്മ? എവിടുന്നാ വരുന്നേ? ഞങ്ങള് കുന്നുവഴി MLA കോട്ടേഴ്സിന്റെ താഴെ വീട്. MLA കോട്ടേഴ്സിന്റെ താഴെ എന്നാണ് വരണേ. ഞാൻ പറയായിരുന്നു, പാളയം മാർക്കറ്റ് പഴയ മാർക്കറ്റാണോ? മാറ്റം ഇല്ലേ? ഇല്ല, അതാണ് പഴയ മാർക്കറ്റ്. അവിടുന്ന് നമ്മളിങ്ങോട്ടാക്കി. അതാണ്, അതിനൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. നല്ല മാറ്റമാണോ മോശം മാറ്റം? കുഴപ്പമില്ലാത്ത മാറ്റമാണ്. ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ഒരു മാറ്റം വരണമെന്ന്. നമുക്ക് പഴയ മാർക്കറ്റ് ശരിയാക്കി തന്നാൽ അത്രയും നല്ലതാണ്. ഇത് റോഡല്ലേ, ഇത് നമുക്ക് എന്നും ശാശ്വതമല്ലെന്നാണ് പറയണത്. അപ്പൊ അവിടെ ശരിയാക്കി തന്നെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അവിടെ തന്നെയാണ് ഇഷ്ടം. അവിടെ തന്നെയാണ് ഇഷ്ടം. 4 വഴിയുണ്ടല്ലോ, ഇത് റോഡല്ലേ, വലിയ ഇതാണ്. എത്ര വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ? ഞാൻ 40 കൊല്ലം കൊണ്ട് വരെയാണ്. എന്റെ പേര് നെല്ലി. രാവിലെ നിറഞ്ഞ ചിരിയോടെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയാണ്? കച്ചവടം കുഴപ്പമില്ല. മഴ ബാധിക്കുന്നുണ്ടോ? മഴയാണ് ബുദ്ധിമുട്ട്. വെയിലും മഴയും. കുട വെച്ചാലും നമ്മൾ നനയാണ്. എന്തൊക്കെയായാലും രാവിലെ എഴുന്നേറ്റ് വന്നേ പറ്റൂ. പിന്നെ അല്ല, 4 മണിക്ക് കഴിച്ചു വരും. കച്ചവടം ഞങ്ങൾക്ക് കച്ചവടം ഇല്ല. മീൻ ഹോട്ടലുകാർക്ക് വെട്ടി കൊടുക്കുന്ന ജോലിയാണ്. മീൻ ചില സമയത്ത് മീൻ കച്ചവടം ചെയ്യും നമ്മള്. നമ്മൾ സ്ഥിരം പണിയാണ്. നമ്മൾ സ്ഥിരം പണിയാണ്. അപ്പൊ ഇവിടെ വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ട്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പറയുന്നത്? ബിജുവായിട്ട് വന്ന്, പിന്നെ മറ്റവർ വീട്ടിൽ വന്ന്, 2 പാർട്ടിക്കാരും വീട്ടിൽ വന്ന്. എന്താണ് പറയുന്നത്? നമ്മള് നമ്മുടെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ ആര് വന്ന് ചോദിച്ചാലും തരാന്ന് പറയും. സ്ഥിരം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നമ്മള് പാരമ്പര്യമായിട്ട് നമുക്കൊരു ഇതുണ്ടല്ലോ, അത് അവർക്ക് വരും. ഇപ്പൊ ചെറിയ മാറ്റം ഉള്ളത് കൊണ്ട് കാല് മാറി നിൽക്കുകയാണ്. പാരമ്പര്യത്തിന്റെ കാര്യമൊക്കെ വിട്ടോ? പാരമ്പര്യത്തിന്റെ കാര്യം വിട്ട് ഇപ്പൊ വ്യക്തിപരമായിട്ട് ഇപ്പൊ മാറി നിൽക്കുകയാണ്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റി പിടിക്കാൻ പോവാണ്. ഇതാ കാണിച്ചുകൊണ്ടിരിക്കുക. അതല്ല ഞാൻ ആദ്യം അങ്ങോട്ട് വന്നത്. ഇത് എപ്പ കാണിക്കുമെന്നാണ് അമ്മ ചോദിക്കുന്നത്. ചേട്ടാ, എന്താണ് ചൂര? അതെ ചൂര. രാവിലെ എന്താണ് തെരഞ്ഞെടുപ്പ്? ഇവിടെ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തകളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാരും വന്ന് ചോദിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് വന്ന് എല്ലാരും പാർട്ടിക്കാരൊക്കെ വരുമല്ലോ ഇവിടെ. പാർട്ടിക്കാരൻ
അവർക്ക് ചെയ്യും. ഇല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് വ്യക്തിപരമായിട്ടുള്ളതല്ലേ, അതാണ് നമ്മള് പാർട്ടി നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്, വ്യക്തികളെ നോക്കിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നമ്മളിപ്പോ ഇതിലിപ്പോ ഇങ്ങനത്തെ ഒരു മേഖല നിൽക്കുന്ന ആളെന്ന നിലയിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആരും പറയാം, നമ്മള് പാർട്ടിക്കാരല്ല, എല്ലാരും നമ്മള് വാച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് കുഴപ്പമില്ല. പാർട്ടിക്കാരാണെന്നല്ലേ പറഞ്ഞത്? ഞങ്ങള് പാർട്ടിക്കാരാണ്, പക്ഷെ എല്ലാ പാർട്ടി നോക്കിയല്ല ഇത്തവണ വോട്ട് ചെയ്യുന്നത്, വ്യക്തിയെ നോക്കിയാണെന്നാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? സിന്ധു. എവിടുന്നാ വരുന്നേ? ശംഖുമുഖം. ശംഖുമുഖം. അവിടുത്തെ ഇലക്ഷൻ പ്രചരണമൊക്കെ കൊടുമ്പിരി കൊള്ളുന്നുണ്ടോ? ഓ, ഭയങ്കര പൊടിയാ. എങ്ങനെയാ അവിടെ വോട്ട് ചോദിച്ചു വരുന്നവരൊക്കെ എന്താ പറയുന്നത്? അവരവരെ വോട്ടിന് വേണ്ടി ചോദിക്കുന്നു, നമ്മളല്ലേ തീരുമാനിക്കുക ആർക്ക് ഇട്ട് കൊടുക്കണമെന്ന്. എന്നാലും എന്താ അവര് പറയുന്നത്? നിങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ശംഖുമുഖത്തെ? ശംഖുമുഖത്ത് നമുക്ക് ആ കടൽ കയറുന്നതിൻ്റെത്. പിന്നെ ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ, ആർക്കാണ് ഇല്ലാത്ത, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ശംഖുമുഖത്തിന്റേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ. ഈ പറഞ്ഞ പോലെ കടൽ കയറുന്നു, എല്ലാ തവണയും വന്ന് ഓരോന്ന് പറയൂലേ, ഇത്തവണയും വന്നോ? പറയുന്നുണ്ട്, പക്ഷെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്, ഒന്നും നിറവേറ്റി തരുന്നില്ല. നമ്മളെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വിളിക്കുന്ന നമ്മുടെ മെമ്പറിനെ ആയിരിക്കുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഓടി വരുന്ന ആളായിരുന്നോ കഴിഞ്ഞ തവണ? അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ഇല്ല, വിളിച്ചാ ഫോൺ എടുക്കുമായിരുന്നോ? ഫോൺ എടുക്കുക, അപ്പൊ പറഞ്ഞ നമ്മളെ ഭരണമല്ലേ, കമ്മ്യൂണിസ്റ്റിന്റെ ഭരണമല്ലേ, അവരെ ഭരണമായതുകൊണ്ട് നമുക്ക് നടത്തി തരത്തില്ല. നമ്മുടെ ഭരണമായിരുന്നെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കായിരുന്നു. അപ്പൊ ഇത്തവണ ആർക്ക് വോട്ട് കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചോ? ഇല്ല, ആർക്കിടണമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. അപ്പൊ പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ല? ഇല്ല ഇല്ല. ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് ചെയ്യും. അത്രേ ഉണ്ട്. കച്ചവടമൊക്കെ എങ്ങനെ പോകും? കച്ചവടം എല്ലാം മോളെ, മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്, ഹോട്ടലുകൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന. ഈ ഭാഗത്തിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ് കേട്ടോ, ഹോട്ടലുകൾക്ക് കച്ചവടം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചേച്ചി ഭയങ്കര തിരക്കിലാണ്, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അത് നടക്കട്ടെ. ഇവിടെ കൈ നടന്നോട്ടെ, സംസാരിച്ചാൽ മതി. എന്നോട് പേരെന്താ? എന്റെ പേര് ശാന്ത. എങ്ങനെയുണ്ട് ചേച്ചി, ഇലക്ഷനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടോ? നമ്മളെ ബാധിക്കത്തില്ല മോളെ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ടിടുക, പിന്നെ നമുക്ക് നല്ലത് ചെയ്യുന്നവർക്ക് വോട്ടിടുക, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോ നമ്മുടെ അവിടെ അയറിനാണ് നിൽക്കുന്നത്, നിന്ന് വോട്ട് ചെയ്ത് നമ്മൾ വിളിച്ച ഉടനെ ഞാന് മുട്ടത്തറ ഇപ്പോഴൊരു ഫ്ലാറ്റ് വെച്ചില്ലേ, ഞങ്ങളുടെ വീട് കടലെടുത്തിട്ട് പോയി. ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ വീട് നഷ്ടമായി, ഒരു വർഷമായത്. അപ്പോഴ് നമുക്ക് അവിടെ വീട് വെച്ചെന്ന് ഞങ്ങളിപ്പോ ഫ്ളാറ്റിലാണ്. കുഴപ്പമില്ല, താമസമൊക്കെ സൂപ്പർ. എന്തെന്ന് വെച്ചാൽ കടല് പേടിക്കണ്ടല്ലേ, അതാണ് ഒന്നാമത്തെ ഇത്. മറ്റേ നമ്മള് രാത്രിയാകുമ്പോ ഭയമാണ്, കടൽ ഏത് സമയം വന്ന് ഇതാക്കും. ഇതിപ്പം ഭയമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ പല ആൾക്കാരല്ലേ താമസിക്കുന്ന, ഒരാളല്ല. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി 3 മതങ്ങളാണ്. അപ്പോഴും അവരവരുടെ രീതിയിൽ അവിടെ താമസിക്കുക, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുക, ഇവിടെ നിന്ന് കച്ചവടം തീർന്ന് പോകുക, വീട്ടിൻ്റെ അകത്ത് ഇരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ആരുടെ കാര്യവും തിരക്കത്തില്ല, അവിടെ തിരക്കാൻ പറ്റത്തില്ല. അവിടെ എല്ലാരും വോട്ട് ചോദിച്ചു വന്നായിരുന്നോ? ഷീബയ്ക്ക് വന്ന് അവര് പറയുന്നത് ഞങ്ങൾ എന്ത് ചേച്ചി സുഖം തന്നെ, നല്ലത് ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷെ വാഗ്ദാനം മാത്രം പോരല്ലേ മോളെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ വിളിച്ചാൽ അവര് വിളിക്കും, നമ്മളെ ഫോൺ എടുക്കണം, സംസാരിക്കണം. ഇത് അവര് വരും, ശരി ചേച്ചി, വോട്ടിന് വേണ്ടി മാത്രം യാചിക്കരുത്. എന്തെന്ന് വെച്ചാൽ നമ്മളാണ് ജയിപ്പിക്കുന്നവരെ, അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തു തരണം. ഇത് ചെയ്യാതെ അവര് പറയുന്ന അത് ചെയ്ത് എന്റെ ഭർത്താവ് പിന്നെ കാല് മുറിച്ച് കിടക്കുന്നത് വന്ന് നോക്കിയിട്ട് ആ ചേച്ചി വണ്ടിയൊക്കെ റെഡിയാക്കി തരാം, അങ്ങനെ ഈ പറയുന്ന അല്ലാതെ പിന്നെ വരത്തില്ല. അവരെ നോക്കേ വേണ്ട. ഞങ്ങൾ തീരുമാനിച്ച് ഇനി ആർക്കും വോട്ടിടാൻ പോകരുത്. വോട്ടിടണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നവരും കുറച്ചുപേരുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ സംസാരിക്കാൻ വയ്യ, ഞാൻ വരുന്നില്ല, ജോലി നടക്കട്ടെ കേട്ടാ, ജോലി നടക്കട്ടെ, എന്റെ അടുത്ത് കൈ കാണിച്ച് അങ്ങോട്ട് വരണ്ട, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം. കച്ചവടക്കാർ അവിടെയാണുള്ളത്, ഇവിടെ ഇപ്പൊ ഈ മീൻ വെട്ടുന്നവരാണ്. അകത്തോ എന്നോട് അകത്ത് പൊക്കോളാനാണ് പറയുന്നത്. പ്രതികരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് അകത്തോട്ട് പോവാം. ഇവിടെ എല്ലാം മീൻ കട്ട് ചെയ്യുന്നവരാണ് ഈ ഭാഗത്തിരിക്കുന്നത്. നല്ല ചെളിയും മഴയൊക്കെ ആയിട്ട് ചളകൊള്ളമായിരിക്കുകയാണ്. ഇത് ഇവിടെ നമുക്ക് ആദ്യത്തെ. ചേച്ചി പേരെന്താ? പേര് മേരി. എവിടുന്ന വരണേ? പൂന്തറയെന്ന്. എങ്ങനെയുണ്ട് പൂന്തറയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഗംഭീരമാണ്? അതൊന്നും ചോദിക്കല്ലേ. അവിടെ വന്ന് അവര് വോട്ട് ചോദിക്കുന്നുണ്ടോ? ഇല്ല, വോട്ടൊക്കെ ചോദിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത്. അപേക്ഷ കൊടുത്താ? ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം ശുഭമാണ്? ഇത് നമ്മൾ ഇതിലൊന്നും പോകത്തില്ല, കച്ചവടം. ഞങ്ങൾക്ക് ഇതൊന്നും അല്ല കച്ചവടം. അത് പോട്ട് പാളയം മാർക്കറ്റ്. ചേച്ചി ഭയങ്കര ബിസിയാണ് കേട്ടോ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പൊ ഇതാണ്
മാർക്കറ്റ് തുടങ്ങുന്ന സ്ഥലമാണ്. ഹലോ ബ്രോ, ഇല്ല ഒന്ന് സംസാരിക്കേ. ഹലോ പറ. ഹലോ. ആ പേര് പറ. ഹാലൻസ്. എന്താ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ എന്തുവാ? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ആദ്യം തന്നെ എന്നെ കണ്ടപ്പോ ഇല്ല ഇല്ലെന്നാണ് പറയുന്നത്. പേരെന്താ? ഹാലൻസ്. എവിടുന്നാ വരുന്നത്? കുമാരപുരം. കുമാരപുരം. നേരത്തെ തൊട്ട് മാർക്കറ്റിൽ വരാറുണ്ടോ? ഇല്ല പഠിക്കാൻ പോണോണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ വോട്ടുണ്ടോ? 18 വയസ്സ് കഴിഞ്ഞോ? 18 കഴിഞ്ഞു. ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ആർക്കാണെന്നൊക്കെ തീരുമാനിച്ചോ? ഇല്ല അങ്ങനെ ഇല്ല. നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാറില്ല, സംസാരിക്കാറില്ല. നിങ്ങളുടെ പിള്ളേരുടെ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ടോ ആർക്ക് വോട്ട് ചെയ്യണോന്നൊക്കെ? അങ്ങനെ സംസാരിക്കാം. അവിടെ ചെല്ലുമ്പോ ആർക്കാണോ അങ്ങനെ കൊടുക്കൂ? ആണോ? ആ തീരുമാനിച്ചു കഴിഞ്ഞോ? തീരുമാനിച്ചില്ല. ഇല്ല. അവിടെ ചെല്ലുമ്പോ ഒരുപാട് യങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? കണ്ടായിരുന്നോ? അപ്പൊ സന്തോഷം തോന്നിയോ? പഴയ ആൾക്കാരൊക്കെ മാറി പുതിയ ആൾക്കാർ വരുന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല വോട്ടിടാൻ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അതാണ് വേണ്ടതും കേട്ടോ. വോട്ടിടാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞോണ്ട്. അതെന്താ കാര്യം? എന്താ? അല്ല ഞാൻ ഇവിടെ അല്ല അബ്രോഡിൽ പഠിക്കണം. അപ്പൊ ഇവിടത്തെ കാര്യമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും. ഇത് ഈ ഒരാളുടെ കാഴ്ചപ്പാടായിട്ട് കാണില്ല. ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടുണ്ട്. അബ്രോഡ് പോകാനാണ് താല്പര്യം. ആണോ? അപ്പൊ എന്തായി ഇനി ഇവിടെ നിൽക്കുന്നേയില്ല? കേരളം വേണ്ട. കേരളം വേണ്ട. അതെന്താ കാര്യം? കാര്യം പറയുന്നില്ല, പക്ഷെ കേരളം വേണ്ട എന്നാണ് പറയുന്നത്. ചേട്ടാ തിരക്കിലാണോ? ഞാൻ